ടൺ കണക്കിന് ഫൺ എന്ന് പറഞ്ഞ കണക്കത് ആദ്യത്തെ അടി കൊണ്ട് മിസ്സായി. ഇവിടെ ഈ ഒരു പൊസിഷൻ എല്ലാം മിന്നായിട്ട് അടിച്ചത് ഇവിടെ കൊണ്ടത് ഡാർട്ട് ഇവിടെ കുത്തിയാണ് കയറിയണ്ട. എൻ്റെ മുതുകിലൊരു മുള്ള് വരെ ഒടിഞ്ഞ് പീസായിട്ട് വിട്ടു പോന്നിട്ടുണ്ട് കണ്ട. അവിടെ ഓരുമുട്ട് വെച്ചിട്ട് ഓരുമുട്ടൊക്കെ പൊട്ടിയതേ വെള്ളം പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അതിന് പൊക്കലിനകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുവെള്ളമൊക്കെ അകത്തോട്ട് കയറുന്നുണ്ട്. അതെ ഞാനും കുഞ്ഞിൻ്റെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും കുഞ്ഞും കൂടി ഇന്നൊരു ഫിഷിംഗ് ഇറങ്ങിയേക്കണം. കുഞ്ഞായി ഇന്ന് നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നു വരേണ്ട സ്പോട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ടുള്ള വഴി റോഡും കാര്യങ്ങളും കണ്ടുപിടിച്ച് നല്ല രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് തന്നെ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ തോട്ടിൽ ഇറക്കമായത് കൊണ്ട് മാത്രമല്ല പായൽ ചീഞ്ഞിട്ട് വെള്ളം ഭയങ്കര മോശമാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് കരിമീനാണ് കേട്ടോ. ഇഷ്ടംപോലെ കരിമീനുണ്ട്. നമ്മൾ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അത്ര ഏരിയയിൽ നല്ലോണം കരിമീനുള്ള ഏരിയ. പക്ഷേ നമ്മളിന്ന് വണ്ടിക്ക് നേരെ സ്പോട്ടിലേക്ക് എത്തിയത് കൊണ്ട് കരിമീനൊന്നും നമ്മൾ നോക്കിയില്ല. ഒന്നാമത് കാണാൻ പറ്റുന്നില്ല, വെള്ളം ഭയങ്കര കലക്കല. ഇന്നിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ട് ഇവിടെ ഓരുമുട്ടിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് ഇതിൻ്റെ അടിയിലാണ് തോന്നുന്നു ഓരുമുട്ടിട്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഓരുമുട്ടിട്ടേക്കണം കണ്ടോ. ഇവിടെ നിന്ന് തോട്ടിൽ നിന്നുള്ള വെള്ളം ഈ പാടത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഓരുമുട്ടിട്ടേക്കണം. അപ്പോൾ ഈ പാടത്ത് ഇവിടെ കോലാൻ ഇവിടെ എന്തോന്നും മറിഞ്ഞിട്ട് പോയത്. ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്. മീൻ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി മീനുകളുള്ള സ്ഥലമാണ്. അപ്പോൾ കുഞ്ഞും ഞാനും കൂടെ ഇറങ്ങിയാണ്. കുഞ്ഞുപോയി അപ്പോൾ എന്താ പരിപാടി? എന്ത് സാധനം പിടിക്കാൻ നമ്മൾ ഇവിടെ ഒരു വെള്ളം മുങ്ങി താഴെ കിടക്കണുണ്ട്. ഇങ്ങനെ വെള്ളം ഉറഞ്ഞു പോയി കേട്ടോ. വെള്ളത്തിൻ്റെ അടിയിലാണ് കിടക്കണം. ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ അടിയിലായിട്ട്. ഇവിടെ മാത്രമല്ല വെള്ളം അപ്പുറത്ത് ഏരിയയിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പുറത്തൊരു വലിയ ചുരക്ക വെള്ളം മണ്ണ് കോരാൻ പോണ വെള്ളം വരുന്നുണ്ട്. മണ്ണ് കോരലൊക്കെ നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കണം. അതും കാണിച്ചില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ. അതിൻ്റെ ഒരു 2 എൻഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതെ ഇവിടുത്തെ നമ്മുടെ വെള്ളം കിടക്കണം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട നല്ലൊരു വെള്ളമായിരുന്നു. നല്ല അടിപൊളി വെള്ളം ഉണ്ട്. മുങ്ങി ഒടിഞ്ഞ് നുറങ്ങി കിടക്കണം. ഇനിയിപ്പോൾ ഒന്നിനും കൊള്ളില്ല. അതേപോലെ ആയിട്ട് ചെറിയ വെള്ളമല്ല കേട്ടോ. എന്നാലും ഹെവി വെള്ളമാണ്. ദേ ഇവിടെ നിന്ന് ഇവിടെ ഈ കുറ്റിയുടെ ഇടം വരെ ഉണ്ടെന്നീളം. അത്യാവശ്യം നല്ല സൈസ് വെള്ളമാണ് കണ്ടേ. ഇവിടെ വരെ ഉണ്ടെന്നീളം. അവിടെ അറ്റം ഇതാണ് അറ്റം കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ട വെള്ളത്തിൻ്റെ അറ്റം ഇവിടം വരെ വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ നോക്കി വന്ന സാധനത്തിനെ കണ്ടില്ല. പക്ഷെ ഇവിടെ 2 ദിവസം ഒരു മഴ പെയ്തപ്പിച്ചിട്ട് വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട് അല്ലേ. അതെ താറാവ് ഇറങ്ങി നടപ്പുണ്ട്. ഇവന്മാർ വന്ന് നമ്മുടെ സ്പോട്ട് വന്ന് അനക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മീനൊക്കെ എല്ലാം പൊട്ടിക്കളയും. പോരാത്തതിന് ഒരു ഉച്ച സമയം ഇട്ടുണ്ട്. ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ മീൻ ഈ സ്ഥലത്തൊക്കെ രാവിലെ മിക്കവാറും പൊങ്ങാതാണ് മീൻ ഇച്ചിരി. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി കാണുന്നില്ല ഒന്നും. എന്തായാലും കുറച്ച് നേരം കൂടെ നമുക്ക് നോക്കാം. മീൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്പോട്ടിലോട്ട് നമ്മൾ പോകും കേട്ടോ. കാരണം അതെ ഇവിടെ നിന്നൊക്കെ ആമ്പലൊക്കെ കിളത്തിട്ടുണ്ട്. അവിടെ ഒക്കെ ഒരു അനക്കമൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട്. കോഴിയല്ല താറാവ്. അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന സ്പോട്ടാണ്. അവിടെയൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റും. ആ ഏരിയയിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം. പക്ഷെ മീനൊന്നും ഇതുവരെ ഒന്നും കണ്ടില്ല. നമുക്ക് സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് സ്ലിംഗ് ഷോട്ട് ആദ്യം സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് നോക്കാണ്ട്. ഞാൻ പോളറൈസർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. കുഞ്ഞു ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ല. എന്നാലും കുഞ്ഞു മീനൊക്കെ ഉണ്ടാ കുഞ്ഞു കാണിച്ചു തരും അല്ല കുഞ്ഞു. അപ്പോൾ സ്റ്റോട്ട് ഇറങ്ങിയാൽ വെക്കാണ്ട് എന്തെങ്കിലും 2-3 മീൻ നമുക്ക് പിടിക്കണം. ഇവിടെ അല്ലെങ്കിൽ നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോകും കേട്ടോ. ഇവിടെ മീനൊന്നും കണ്ടില്ല. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ഓക്കെ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്ത് സാധനം അടി കൊണ്ടത് അടി കൊണ്ടിട്ടുണ്ട്. അത് പോകും ചെറുതായിട്ട് അടി കൊണ്ടല്ലോ. അത് ഡീപ്പിലാ നിന്നെ ശരിക്കും. എന്റെ ദൈവമേ അത് മിസ്സാവും. അരികിലേക്കാണ് വന്നത്. നോക്ക് ക്യാമറ നോക്ക്. എന്റെ ദൈവം അത് അടിക്ക് കയറിയിട്ടുണ്ടാന്നറിയില്ല. സൈഡിലാവറ്റ കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് അമ്പിരിക്കണ കാണാം. ദൈവമേ മിസ്സാവല്ലേ. വാട. അയ്യോ മിസ്സാവോ. കേറിയിട്ടില്ല.
കേറിയിട്ടില്ലല്ലോ. ചുറ്റല്ലേ കേറി. ആ കുഴപ്പമില്ല പോകാം. ഓക്കെ സാധനം 1 kg പ്ലസ്. അപ്പൊ ആദ്യത്തെ തന്നെ മിസ്സായില്ല. ഫസ്റ്റ് അടിയാണ് ഡീപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതുണ്ട് നല്ല ഡീപ്പിലാണ് നിന്ന് വെച്ചാൽ അടി ശരിക്കും കേറിയില്ല. ഇതുണ്ട് ഇപ്പുറത്ത് വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോക്ക് കേറിയിട്ട് പോലും ഇല്ല. 2 ലോക്കും പുറത്തായിരിക്കണം. നമ്മുടെ റബ്ബർ കുരുത്തണ കൊളുത്തില്ലേ, അത് മാത്രമേ ഉടക്കിയിരിക്കുള്ളൂ. കണ്ട പക്ഷെ വന്നിട്ട് 1 kg ടൈപ്പ് ഒക്കെ അത് ഉടക്കി നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. എന്റെ ദൈവം എന്ത് ഭാഗ്യം കൊണ്ടാണ് മിസ്സാവുന്നത്. നല്ല അടിപൊളി വെള്ള പിലോപ്പിയാണ് കേട്ടോ. ഇത് നല്ലോണം സൈസാണ് പിലോപ്പാണ്. ഇത് വലുതായി വരുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 1 kg കഴിഞ്ഞതേ ഉള്ള ആള്. നല്ലോണം സൈസാവണ സാധനം വരുന്നു. എങ്ങനെയുണ്ട് കലക്കൻ പൊളി സാധനം. വാഗയായിരുന്ന അത് വരാലാണെന്നറിയില്ല. അത് ഞാൻ ഉദ്ദേശിക്കണ വാഗയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഷൂട്ട് നമുക്ക് നോക്കാം. കുഞ്ഞോളത്തെ വീഡിയോഗ്രാഫർ ചവിട്ടല്ലേ നമ്മുടെ കവണയിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷൂട്ടിൽ ഫസ്റ്റ് മീൻ തന്നെ കിട്ടിയല്ലേ? വന്ന് ഫസ്റ്റ് ഷൂട്ടല്ലേ അല്ലേ? മീനെ കണ്ടു. മീൻ ആദ്യം അങ്ങോട്ട് പോയിട്ട് റിട്ടേൺ തിരിച്ചു വന്ന സമയത്ത് അടിച്ച് കറക്റ്റ് വരണം ചെയ്യുകയും ചെയ്യും. എന്റെ പോലെ എത്ര ലോങ് അടിച്ചിട്ട് കൊണ്ടുവരാം. ഇല്ലേ നല്ല ലോങ്ങായിരുന്നു. ക്യാമറ ഇട്ടുണ്ട് ഇതാക്കല്ലേ. എന്റെ ഫോൺ അത് വലുത് എന്തോ മുതലേ മുതലേ അതേ സാധനം. മുതൽ സാധനം നേരത്തെ കിട്ടിയ 1 kg ഉണ്ട്. ഇത് നല്ല ക്ലിയർ ആയിട്ടേ കാല് വെച്ച് കാണിച്ചു. കേട്ടാ അത് അപ്പുറത്ത് വന്നിട്ടുണ്ട്. അത് നല്ലോണം ഞാൻ നല്ല ഷാർപ്പ് നല്ല വലിഞ്ഞ കാണിച്ചുതരാം. ക്യാമറ നോക്ക് ഇത് കണ്ട സാധനം കണ്ട സൈസ് അല്ലേ? മറ്റേന്റെ അത്ര തന്നെ ഉണ്ട്. വേറെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അഴിച്ച് സഞ്ചിക്കത്തേക്ക് ഇടാം. ഓക്കെ, കിട്ടിയാ മതിയായിരുന്നേ. അടിച്ചോക്ക്. അതിന്റെ മുതുകത്ത് മുള്ളിന്റെ അവിടെ പോയാ ഇവിടെ നിക്കണണ്ട. ആടി കേതിയാക്കണേ. അട്ടിക്കൊണ്ട് അത് കിട്ടിയിട്ടുണ്ടേ. നല്ല ചാട്ടമായിരുന്നല്ലേ? അടികൊണ്ട് പോയാൽ തന്നെ അടികൊണ്ട് പാട് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അവന്റെ പാട് കാണായിരുന്നു നല്ല അടികൊണ്ട്. അവന്റെ ആദ്യം അടി കൊണ്ടില്ലേ, ആ അടികൊണ്ട് മിസ്സായ പാട് കാണായിരുന്നു അവന്റെ. അവൻ അവിടെ അങ്ങോട്ട് താറാവിന്റെ എനക്കം കണ്ടപ്പോഴേ റിട്ടേൺ ഓടി വന്നത് ആ അടി കൊണ്ട് മിസ്സായവൻ തന്നെ. ഇപ്പൊ അടി നോക്കി നല്ല ക്ലിയർ ഷോട്ട് അടി. അവന്റെ ഇടക്കൂടിയാലോ വന്നു. ആദ്യം അടികൊണ്ട പാട് കണ്ട എവിടെയാന്ന് കാണിച്ചു കൊടുത്ത് കറക്റ്റ് ആയിട്ട്. ആദ്യം കേസ് അടികൊണ്ട പാട് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം അടികൊണ്ട പാടാണത്. ഇതേ ഈ മുള്ളു കണ്ട കണ്ട. ആദ്യം അടികൊണ്ടെന്ന് വെച്ചാൽ മുള്ളിന്റെ മേളിൽ കൂടി ആ പാടയിൽ മാത്രം കണ്ട. ഇതേപോലെ പാട കണ്ട. ഇവിടെ അടികൊണ്ടിട്ട് ഡാട്ട തൊട്ടപ്പുറത്തൂടെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. കണ്ട കണ്ട
ഇവിടെ നിന്നാണ് അടിച്ചത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് അടിച്ചത്. ഇപ്പുറത്തൂടി ഡാർട്ട് വന്ന് കിടന്നു വെച്ച് അതൊന്ന് വലിഞ്ഞപ്പോൾ തന്നെ അത് കീറിപ്പോയി. രണ്ടാമത്തെ ഷോട്ടിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇത് ഏകദേശം 1 kg. എല്ലാം നല്ല സൈസായി കിടക്കുന്ന വിധക്കുണ്ട്. ഇപ്പോൾ കിട്ടിയതിൽ ചെറുതാണ് 1 kg എന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടിയതിൽ ചെറുതാണ് 1 kg. കാരണം ഇതിനകത്ത് കിടക്കുന്നത് 1 kg കൂടുതൽ വെയിറ്റ് ഉള്ളതുണ്ട്. ഒരു 1.5 കിലോ, 1.600, 1.800 ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാരൊന്നും കണ്ടില്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊന്നും 1.800 കിട്ടിയായിരുന്നു പ്രാവശ്യം. എന്തായാലും ഇതിപ്പോൾ ചരിഞ്ഞ് കയറിയേക്കണ കാരണം ഡാർട്ട് ഉണ്ടല്ലോ, നല്ല ലോക്കിംഗ് ആയിട്ടുണ്ട്. ഇത് ഒന്ന് ഇച്ചിരി പോന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കിംഗ് ഉണ്ട്. ആ ലോക്കിങ് ഇങ്ങനെ കറക്കി പതുക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് ചുരുങ്ങി കിട്ടും. ആ ചുരുങ്ങി കിട്ടുന്ന സമയത്ത് വേണം പുറത്തേക്ക് എടുക്കാൻ. ഓക്കെ, ക്ലോസ് ചെയ്തു മച്ചാമാരെ. അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ വന്നപ്പോൾ തന്നെ മീനുണ്ട് കേട്ടോ അത്യാവശ്യം. ശരിക്കും മഴയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും മീനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ മാറിക്കാണെന്ന് വിചാരിച്ചത്. പക്ഷേ മീനുണ്ട് അത്യാവശ്യം. അപ്പോൾ എല്ലാം നല്ല സൈസായി കിടക്കണം. ദിലോപ്പിയൊക്കെ എല്ലാം നല്ല അടിപൊളി സൈസായി കിടക്കണം. ഇതുണ്ട് ടൺ കണക്കിന് ഫൺ എന്ന് പറഞ്ഞ കണക്കത് ആദ്യത്തെ അടി കൊണ്ട് മിസ്സായി. ഇവിടെ ഈ ഒരു പൊസിഷൻ എല്ലാം നിന്നാച്ച അടിച്ചത് ഇവിടെ കൊണ്ടത്. ഡാർട്ട് ഇവിടെ കുത്തിയാണ് കയറിയാണ്ട. വലിയ മുതുകിലൊരു മുള്ള് വരെ ഒടിഞ്ഞ് പീസായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. കണ്ട ആ മുള്ളിലാണ് കൊണ്ടത്. കുത്തിയിട്ട് ഡാർട്ട് മൊത്തം അപ്പുറത്ത് പാസ് ചെയ്ത് പോണത് ഞാൻ കണ്ടായിരുന്നു. ശരിക്കും ഡാർട്ട് അപ്പുറത്ത് കിടക്കുമായിരുന്നു. പിന്നെ ഒന്ന് അവൻ ലൈനൊന്ന് വലിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പാട കീറിപ്പോയതാണ്. അവൻ ഇത്ര ഫൈറ്റ് ചെയ്യുമല്ലോ, ഇത്ര വലുതാണല്ലോ. അപ്പോൾ ഫൈറ്റ് ചെയ്തത് വിട്ടുപോയതാണ്. പക്ഷേ അവൻ അങ്ങോട്ട് ഓടിയതിന് ശേഷം അവിടെ താറാവിൻ്റെ അനക്കം കണ്ടു കഴിഞ്ഞപ്പോൾ റിട്ടേൺ ഓടി നമ്മുടെ അടുത്തിട്ട് തന്നെ പോകുന്നു. അപ്പോൾ കറക്റ്റ് ഈ അടി കൊണ്ട ഭാഗം വെളുത്ത കളറിൽ എനിക്ക് കാണാമായിരുന്നു. അടി കൊണ്ട പാട് അത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ നല്ല ക്ലിയർ ഷോട്ട് കണ്ട. അതിൻ്റെ നേരെ താഴത്ത് തന്നെ നേരെ വട്ടം പൂളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ എത്തും. ആ ഒരു സ്പോട്ടിൽ തന്നെ കറക്റ്റ് അടി കൊണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ മൂന്നാമത്തെ തിലോപ്പി നല്ല കിണ്ണം കാച്ചിയ സാധനം. കേജി ടൈപ്പ് സാധനം കിടക്കണം. നല്ല വലുതാണ് കിടക്കണം മീനല്ല. നമുക്ക് നോക്കാം, കുറച്ചു നേരം കൂടെ നോക്കാം. എന്തായാലും വാഹന വന്നപ്പോൾ തന്നെ പറഞ്ഞാൽ കണ്ടു. വാഹയാണോ ചേർമീനാണോ വരാലാണോ അറിയില്ല. എന്തായാലും നല്ലൊരു വലിയ മീനാണ് കണ്ടത്. അതിനെ പിന്നെ കണ്ടില്ല, നീരെടുത്ത് പൊങ്ങണാണ് കണ്ടത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിലോട്ട് വന്നിട്ട് നമ്മളിത് ഹാൻഡിലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടില്ല, ഹാൻഡിലെടുത്തിട്ടില്ല. നമ്മൾ സ്ലിം ഷോട്ടൊന്നും കയ്യിൽ റീല് പോലും സെറ്റ് ചെയ്തിട്ടില്ലാത്ത സമയത്താണ് അതിനെ കണ്ടത്. എന്തായാലും കാണുവാണെങ്കിൽ നോക്കാട്ടെ. ഇപ്പോൾ എന്തായാലും ഈ അനക്കം തെറ്റിയാണ് കാരണം ചിലപ്പോൾ അവന്മാരെ അതിന് സൈഡിലോട്ട് മാറിക്കാണും. എന്തായാലും നമ്മുടെ അടുത്തെവിടെയെങ്കിലും വന്ന് കണ്ണു മുന്നിൽ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ അടിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഷൂട്ടിലോട്ട് പോകുന്നത് നോക്കി. മറ്റേ ഒരു ചരക്കുവെള്ളം മുങ്ങിക്കിടപ്പുണ്ട് ഇവിടെ. അടിപൊളി ഒരു വലിയ വെള്ളം. അതെ എന്തോരം നീളമുണ്ടെന്ന് കാണിച്ചു കൊടുത്തത്. അതിൻ്റെ ആ പരത്തിയുടെ അറ്റത്ത് ആ ഏറ്റവും എൻഡിൽ അല്ലേ പരത്തി കഴിഞ്ഞിടക്കണം. അവിടെ പറയണ്ട നീളം. വലിയ ചരക്കുവെള്ളമാണ് കേട്ടോ. കിടന്ന് ചീത്തയായി പോയി വെള്ളം മൊത്തം മുങ്ങി അടിയിലൊക്കെ ഉറഞ്ഞു പോയെന്ന് തോന്നണല്ലേ വെള്ളം. ആ അതുണ്ട് അതുണ്ട്. നല്ല ലോങ്ങിലടിച്ചിട്ട് പോലും കൊണ്ടത് കണ്ടോ. എത്ര ലോങ്ങിലടിച്ചത്, എത്ര ലോങ്ങിലടിച്ചത്. ഓടി ഇവിടെ വന്നത് ആരോഗ്യം കൊണ്ടത്. ഉയ്യോടാ ഉരിപ്പ്. അത്ര ലോങ്ങിലടിച്ചിട്ട് പാസ് ചെയ്യാനില്ലെന്ന്. ഒന്നാമത് കിലോ കണക്കിന് വലിയ കിലോപ്പി അത് കാരണേ. എൻ്റെ ദൈവമേ, അതൊരു ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഊരിക്കൊണ്ട് പോയല്ലോ. ഒരു ഫൈറ്റ് ചെയ്തുള്ളൂ, അപ്പൊ തന്നെ പോയി. അയ്യോ അപ്പൊ തന്നെ അടിച്ചത്. ഇല്ല പച്ചട അടക്കണ്ട. അപ്പോൾ കേസ് ഇതേ നമ്മൾ ഇവിടുത്തെ ഫിഷിങ് നേരത്തെ അടുത്ത സ്പോട്ടിലേക്ക് പോകണം അല്ലേ കുഞ്ഞാ. ഇവിടെ ഇപ്പം മീനിൻ്റെ ആക്ടിവിറ്റി കുറച്ച്. കാരണം ഇതുണ്ട് നല്ല വെയിലുണ്ട്, എന്നാലും മീനൊന്നും കാണുന്നില്ല. താറാവൊക്കെ ഒന്ന് എനിക്ക് താറാവൊക്കെ കരയിൽ കയറി അത്യാവശ്യം. പക്ഷെ മീൻ ഇവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ അപ്പുറത്തെ സ്പോട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇനി അവിടെ ആ ഏരിയയിൽ 1-2 ഗ്യാപ്പ് കൂടെ കാണാണ്ട് ആ എൻഡിൽ. അവിടെ നമുക്ക് അപ്പുറത്ത് വണ്ടി എടുത്ത് കറങ്ങി അപ്പുറത്ത് വഴി പോകേണ്ടി വരും. അപ്പോൾ അപ്പുറത്തൊന്ന് പോയി നോക്കാം. അതും കൂടെ അവിടെ കൂടെ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷിങ് എന്തായാലും നിർത്താം അല്ലേ. ഈ പാലത്തിൻ്റെ കാര്യം നല്ല വ്യൂസ് കൂടെ നോക്കിയത് കേട്ടോ. അതിന് മീൻ എന്താ നോക്കിയത്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാം കണ്ട കലക്കവെള്ളമാണ്. പക്ഷെ എനിക്ക് കാണാം. ഞാൻ ബോർഡർ റേസർ ക്ലാസ് ചെയ്തിട്ടുണ്ടല്ലോ. മീനൊന്നും എനിക്ക് കാണാൻ പറ്റുള്ളൂ, എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മീനൊന്നും കണ്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കിട്ടിയ മീനൊന്നും കൊടുത്തിട്ടില്ല. കിട്ടിയ മീൻ എന്തായാലും ഒരു 3 മീൻ നല്ല അടിപൊളി സാധനം എടുത്തിട്ടുണ്ട്. എന്തായാലും കാണിച്ചു തരാം. കാരണം നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇത് 1 kg പ്ലസ് ഉണ്ട്. ഇത് ഏകദേശം 1 kg എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവൻ ഏകദേശം ഒരു 800-900 കാണാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഏറ്റവും വലുത് ഇത് രണ്ടുമാണ് അല്ലേ. ഏറ്റവും വലുത് ഇവനാണ്. പക്ഷെ തൂക്കം കൂടുതൽ ഇവനായിരിക്കും. അവന് ഇച്ചിരി വീതി കൂടുതലുണ്ട്. വേണ്ട, ഇതാണ് നമുക്ക് കിട്ടിയാൽ അടി കൊണ്ടിട്ട് വിട്ടുപോയവനാണ് കേട്ടോ. അവനാണ് ഏറ്റവും വലുത്. കാണാൻ വരുന്നുണ്ട ക്യാമറയിൽ നോക്കുന്നത്. ആ വലുത് വലുത്. പിന്നെ ഉള്ളത് ഇവിടെ തന്നെ ഇവന് നല്ല വീതിയുണ്ട് കേട്ടോ. കണ്ട അത്യാവശ്യം നല്ല വീതിയുണ്ട്. വയറിനൊക്കെ നല്ല ഓവൽ ഷേപ്പ് പോലെ നല്ല വീതിയുണ്ട്. ഇതെല്ലാം ചിത്രലാടൻ ടൈപ്പാണ് കേട്ടോ.
അപ്പോൾ ഇത് 3 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് ആർമി സ്ലിംഗ് ഷോട്ടിൽ സിംഗിൾ റബ്ബർ, ഗ്രീൻ റബ്ബർ. അതേപോലെ തന്നെ നമ്മുടെ പുതിയ GN40 റീലിനകത്താണ് ഇന്നത്തെ ഫിഷിങ് ചെയ്തത്. നമ്മൾ GN40 കഴിഞ്ഞ ദിവസം ഒരു ഫിഷിങ് ചെയ്തായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ 2ാമത്തെ ഫിഷിങ്ങാണ് GN40. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഡാർട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷാർപ്പിങ് പോയിട്ട് നമ്മളിപ്പോൾ സാൻഡ് പേപ്പർ ഇട്ട് കൂർമ്പിച്ച് മുട്ട പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് പോയി. ശരിക്കും പറഞ്ഞാൽ ഇതിന് കൂർമ്പിക്കാനായിട്ട് മാത്രമുള്ള ലെങ്ത് ഇല്ല ഫ്രണ്ട് വശം. മോനെ 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷാർപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് പോകും. എന്നാലും മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഷൂട്ടും അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മീനെ 3 നമ്മൾ സൺപിക്കത്തേക്ക് എടുത്ത് ഇടുക. ഏകദേശം ഒരു 2.5 കിലോ 3 കിലോ അടുത്ത് കാണണം മിക്കവാറും എല്ലാം കൂടി അല്ലേ. 2.25 കിലോ എങ്കിലും കാണും ചിലപ്പോൾ. 3 കിലോ താഴെ കാണുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, അതെ ഞാനും കുഞ്ഞും ഇന്ന് ഫിഷിംഗ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പം കുഞ്ഞുവിന് ഇന്ന് നല്ലോണം വിഷമിച്ചു. കാരണം നല്ല വെയിലെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെവി വെയിലുള്ള സ്ഥലമാണ്. കണ്ട നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ നിന്നും കൂടെ നമ്മൾ മീനെ നോക്കാനായിട്ട് വന്നത്. പക്ഷേ ഇവിടെ ഇത് കണ്ട വെള്ളത്തിൻ്റെ അടിവശം ഈ ഒരു ഏരിയയിലൊക്കെ കാണാം. കാരണം ഇവിടെ പായലും ചെളിയും വന്ന് കയറി പൊതഞ്ഞു പോയേക്കുന്ന സ്ഥലം. പക്ഷേ മെയിൻ തോട്ടിൽ കലക്കവെള്ളം കാരണം ഇപ്പോഴും കാഴ്ചയിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തോട്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇവിടെ മാത്രം ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. Puffer.